ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും കുടുംബത്തിനെയാണ്. അങ്ങനെ രേവതി പറഞ്ഞു, മോളെ ദേവു, ഈ കാര്യം ഒന്ന് ചെന്ന് പറയാൻ നിൽക്കണ്ട. ഇതൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും. ഇതെൻ്റെ വിധിയായിട്ട് ഞാൻ സമാധാനിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മിയും പറഞ്ഞു, അല്ലെങ്കിലും വേണ്ട ദേവു, ഇതൊക്കെ ഇനി പോയി പറഞ്ഞാൽ അത് മോൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയല്ലേ ഉള്ളൂ. കല്യാണം എങ്ങനെയെങ്കിലും നടക്കട്ടെ, അതാ നമുക്കിപ്പം വേണ്ടത്. നമ്മളിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, കല്യാണം കൂടാൻ വന്നവരാ. അതുമാത്രം നമ്മൾ മനസ്സിൽ കരുതിയാൽ മതി എന്നിങ്ങനെ പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി തന്നെ ലക്ഷ്മിയും ദേവുവും ശരത്തും രേവതിയും മാറിപ്പോയി നിൽക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ആരും അല്ലാത്തവരെ പോലെ തന്നെയാണ് ഇങ്ങനെ മാറിപ്പോയി നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്നത് കല്യാണ മണ്ഡപമാണ്. കല്യാണ മണ്ഡപത്തിനകത്ത് ഇങ്ങനെ മേളവും കൂത്തും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. അപ്പോൾ കല്യാണത്തിന് തൊട്ട് മുമ്പുള്ള പൂജകളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സുധിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത്. അങ്ങനെ സുധി ഫോൺ കോൾ എടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീര വന്നിട്ട്, നീ എന്താടി ഇങ്ങനെ നിൽക്കുന്നത്? നീ ധൈര്യമായിട്ടിരിക്കുക, നീ സമാധാനമായിട്ടിരിക്കുക. ദേ ഇതുവരെ അവൻ വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? എടി നീ ഒരു കാര്യം ചെയ്യടി മീരെ, നീ പോയി വെളിയിൽ നിൽക്ക്. ഞാൻ വെളിയിലുണ്ടായിരുന്നു ഇത്രയും നേരം, അവൻ ഇതുവരെ വന്നില്ലല്ലോ, ഇനി അവൻ വരാനൊന്നും പോകുന്നില്ല. നീ ഭയപ്പെടാതെ ഇവിടെ ഇരിക്കുക, നിൻ്റെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടക്കും, അങ്ങനെയാ എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും മീരയ്ക്കല്ല, ശ്രുതിക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇതുവരെ വന്നില്ലല്ലോ നമ്മുടെ മറ്റേ പുള്ളിക്കാരനെ PA ഇതുവരെ വന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ എല്ലാ സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെയാണ്. രേവതി ഇരുന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. കാരണം രേവതി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണിപ്പിറക്കി ഓർത്തിരുന്നാണ് കരയുന്നത്. കൂടെ നമ്മുടെ ദേവും ലക്ഷ്മിയും സമാധാനിപ്പിക്കാനുണ്ട്. ഇതേ സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത്. അങ്ങനെ സച്ചി വരുന്നു. സച്ചി വണ്ടിയിൽ നിന്ന് വന്നിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിനെയും അതുപോലെ തന്നെ ലക്ഷ്മിനെയും ദേവുവിനെയും ശരത്തിനെയൊക്കെ കണ്ടു. ഇവരിങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവർ മാറിയിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്കൊരു സംശയം, ഇതെന്താ ഇവരിങ്ങനെ മാറിയിരിക്കുന്നത് എന്ന് ഓർത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ തന്നെ നമ്മുടെ രേവതി കണ്ണൊക്കെ ഇങ്ങനെ തുടച്ച് മാറി ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യം ചോദിച്ചാൽ പറയണമല്ലോ. അങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മോളെ ആരും ഒരു കാര്യവും സച്ചിയോട് പറയരുത് കേട്ടോ, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. മോളെ വേഗം കണ്ണ് തുടയ്ക്കാനും പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി പറഞ്ഞത് കേട്ട ഉടനെ തന്നെ നമ്മുടെ രേവതി കണ്ണ് തുടച്ചു. അപ്പോൾ സച്ചി വന്നിട്ട്, അല്ല എന്തു പറ്റി നിങ്ങൾ മാറി നിൽക്കുന്നത്? അവൻ ഓടിപ്പോയോ? കല്യാണം മുടങ്ങിയോ? സമാധാനമായി, ഏതായാലും രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ആരും ഓടിപ്പോയിട്ടൊന്നുമില്ല, കല്യാണം നടക്കുന്നുണ്ട്, നിങ്ങളകത്തേക്ക് പോ. ഞാനകത്തേക്ക് പോകാനോ? നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? നിങ്ങളിപ്പോൾ ചെല്ല്, ഞങ്ങൾക്കിവിടെ കുറച്ച് ജോലിയുണ്ട്. എന്നിട്ട് നിങ്ങൾ ജോലിയൊന്നും ചെയ്യുന്നത് കാണുന്നില്ലല്ലോ. മാത്രമല്ല ജോലി ചെയ്യാനല്ലല്ലോ ഇവിടെ വന്നത്, കല്യാണം കൂടാനല്ലേ വന്നത്. അല്ല പറഞ്ഞില്ലേ, നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല, ഞങ്ങൾ വരുന്നില്ല. പിന്നെ മനസ്സിലായി. നിൻ്റെ മനസ്സനുവദിക്കുന്നില്ലല്ലേ? നിന്നെ അന്ന് കല്യാണ മണ്ഡപത്തിൽ ഇരുത്തിയിട്ട് ഓടിപ്പോയവനല്ലേ അവന്, അതും കൊണ്ടല്ലേ? അത് ശരിയാ, എനിക്ക് ഈ കല്യാണത്തിൽ പങ്കെടുക്കാനേ യാതൊരു താല്പര്യമില്ല. പിന്നെ വന്നില്ലെങ്കിൽ അച്ഛനും അച്ഛമ്മയും വഴക്ക് പറയൂലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്കൊന്ന് വന്ന് ഏതായാലും തല കാണിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം. താലികെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പോകുകയും ചെയ്യാം, എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, ഇതെന്താ ആരും വരാത്തത്? ഞാൻ നിർബന്ധിച്ചു, ആരും എന്താ വരാത്തത്? എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പൊക്കോളാൻ? നീ അല്ലേടി എന്നോട് ഫോൺ ചെയ്തിട്ട് വാന്ന് പറഞ്ഞത്, എന്നിട്ട് നീ ഇപ്പോൾ വരുന്നില്ലെന്നോ? ഇല്ല, ഞാൻ വരുന്നില്ല, ഞാൻ വീട്ടിൽ പോവാ. ഇനിയിപ്പോൾ ഞാൻ കല്യാണത്തിന് പങ്കെടുക്കാൻ വരുന്നില്ല. അവിടെ നിൽക്കാനാ നിന്നോട് പറഞ്ഞത്. എന്താ അടി പറ്റിയത്? സത്യം പറ, എന്താ ഇവിടെ നടന്നത്? ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? എനിക്കറിയണം. നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. സത്യമായിട്ടും എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്ക് തലവേദനിക്കുക, ഒത്തിരി പണിയുണ്ടായിരുന്നല്ലോ, അതാ സത്യത്തിൽ കണ്ണ് നിറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കണ്ണുനീരൊക്കെ അങ്ങ് തുടച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വീണ്ടും പറഞ്ഞു, രേവതി നീ കള്ളം പറയരുത്. ഇവിടെ ആരുടെയും മുഖം അത്രയ്ക്ക് ശരിയല്ല. ഇവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയണം. അപ്പം ലക്ഷ്മി പറഞ്ഞു, മോനെ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല മോനെ നിന്നോട്. ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾ ജോലി ചെയ്ത് അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കഴിയുന്നവരാ, അറിയാലോ മോന്. പിന്നെ അറിയാലോ, ഞങ്ങൾക്ക് അഭിമാനത്തിന് ഒരു കുറവുമില്ല. ആത്മാഭിമാനം അത് ഞങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ട്. ചോദിക്കാനും പറയാനും ആരുമില്ല, അതും ശരിയാ. അന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാം പറയുന്നത് കേട്ട് ഇങ്ങനെ നിൽക്കണം എന്നാണോ പറയുന്നത്? സഹിച്ചു പിടിച്ച് നിൽക്കണം എന്നാണോ പറയുന്നത്? ഇല്ല,
ഇതൊക്കെ ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എൻ്റെ മോള് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ കഷ്ടപ്പാട് ഒരുപാടുണ്ടായിരുന്നു. എൻ്റെ മോള് കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് സന്തോഷത്തോടെ കഴിയുമെന്നൊക്കെ വിചാരിച്ച മോൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. പക്ഷെ അവിടെ എൻ്റെ മോള് എന്താ അനുഭവിക്കുന്നതെന്നേ ഇപ്പം ഞാൻ കണ്ടോണ്ടിരിക്കുക. ഇനി പറയാതിരിക്കാൻ പറ്റില്ല. ഒരമ്മയ്ക്കും ഇതൊന്നും സഹിക്കാൻ പറ്റില്ല മോനെ, കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അമ്മേ കരയാതെ അമ്മ എന്താ അമ്മ ഇത്? ദേ അമ്മ ഇങ്ങനെ കരഞ്ഞു പറയണമെങ്കിൽ രേവതി കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും എനിക്കറിയണം. രേവതി നിന്നോടാ ചോദിച്ചത്, എന്താ നടന്നത്? അപ്പം നമ്മുടെ ദേവ് പറഞ്ഞു, അത് പിന്നെ ചന്ദ്രാൻ്റി ചേച്ചീനെ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമോ എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവു. ഇതെല്ലാം കേട്ട ഉടനെ തന്നെ ഓഹോ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കരഞ്ഞോണ്ട് നീ ഇവിടെ നിൽക്കുകയാണല്ലേ? എടി നിന്റെ നാക്കേ എന്തിയെ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പറയണമെന്ന്. ഇവക്ക് എന്നോട് തിരിച്ചു പറയാൻ ഭയങ്കര നാക്കാണല്ലോ. അല്ല നിങ്ങളാരും ഒന്നും മിണ്ടിയില്ലേ? അത് മോനെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്കല്ലേ പ്രശ്നം? അവൾക്ക് ആ വീട്ടിൽ ജീവിക്കണ്ടേ? ആ വീട്ടിലെ ഇവൾ ഒറ്റയ്ക്കല്ല എന്നോടൊപ്പം ജീവിക്കുന്നത്. അവരുടെ കൂടെ അല്ലല്ലോ ജീവിക്കുന്നത്. പിന്നെ എന്തിനാ ഇവള് പേടിക്കുന്നത്? ഇവക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ? അവർ പറയുന്നതും കേട്ട് കരഞ്ഞുകൊണ്ട് വന്നേക്കുക എല്ലാവരും. ദേ എനിക്കിതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അവർ നിന്നെ കരയിച്ചു. ഏതായാലും ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ചോദിച്ചേ പറ്റൂ. നീ ഇങ്ങ് വന്നേ. അയ്യോ വേണ്ട, ഒന്നും ചോദിക്കണ്ട പ്ലീസ്, ഒന്നും ചോദിക്കാതിരിക്കുക. അകത്ത് കല്യാണം നടക്കല്ലേ, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എളുപ്പമാണ്. വേണ്ട, നിങ്ങൾ ഇനിയിപ്പോൾ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ഞാൻ പറഞ്ഞ് ചെയ്യിക്കുന്നതായിട്ടല്ലേ വരത്തുള്ളൂ. ഒന്നും വേണ്ട പ്ലീസ് വിട്ടേക്ക്. ശരിയാ സച്ചി, ആ കുറ്റവും എൻ്റെ മോളുടെ തലയിലാവും. ഒന്നും ചോദിക്കണ്ട മോനെ. സമ്മതിക്കില്ല ഞാൻ. പറയേണ്ട സമയത്ത് പറയണം. അല്ലാതെ ഇനിയിപ്പോൾ എപ്പോഴാണ് പറയേണ്ടത്? അതുകൊണ്ട് ഇവിടെ കല്യാണം നടക്കണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് നടന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതിയുടെ കൈ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ടാണ് നമ്മുടെ സച്ചി കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്നത്. ഇതേ സമയത്ത് നമ്മുടെ അച്ഛമ്മ രേവതിനെ തിരക്കുന്നുണ്ട് കേട്ടോ. കല്യാണ മണ്ഡപത്തിൽ വെച്ച് രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പം ഏതായാലും ഞാനൊന്ന് പോയി രേവതി മോളെ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അച്ഛമ്മ വെളിയിലേക്ക് പോകുന്നത്. അച്ഛമ്മ വെളിയിലേക്ക് ചെല്ലുന്നതും നമ്മുടെ രേവതിനെ കൈ പിടിച്ചിങ്ങനെ വലിച്ചുകൊണ്ട് വരുന്ന സച്ചിനെയാണ് കാണുന്നത് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചിനെ കണ്ടത്, നീ എന്താ സച്ചി വൈകിയത്? അല്ല മോളെ നീ എവിടെ പോയതാ എന്നിങ്ങനെ അച്ഛമ്മ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, എവിടെ പോയതാണെന്നേ അറിയണോ അച്ഛമ്മയ്ക്ക്? ഞാൻ പറയാം. മര്യാദ ഇല്ലാത്തടത്ത് എന്തിനാ നിൽക്കേണ്ടത്? അങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അമ്മ രേവതിനെ എന്തൊക്കെയാ പറഞ്ഞത്? അല്ല അച്ഛമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അതൊന്നും കേട്ടില്ലേ? അയ്യോ എന്താ മോളെ ചന്ദ്ര പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ദേവ് പറഞ്ഞു, അത് പിന്നെ വന്നപ്പോൾ മുതൽ കുറ്റപ്പെടുത്താൻ തുടങ്ങിയതാ ചേച്ചീനെ. ഒടുവിൽ മണ്ഡപത്തിൽ വെച്ചു പല കുറ്റങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞ് അച്ചമ്മയോടും കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവ് പറഞ്ഞ് കൊടുത്തു കേട്ടോ. ഇത് കേട്ടതും നമ്മുടെ അച്ചമ്മയ്ക്ക് അരിശം വന്നു. അരിശം വരാതിരിക്കത്തില്ലല്ലോ, അച്ചമ്മ ഏതായാലും നമ്മുടെ രേവതിയുടെ കക്ഷിയിൽ തന്നെ ഉള്ളതല്ലേ. അങ്ങനെ അച്ചമ്മ പറഞ്ഞു, ഓഹോ ഇവിടെ ഇതൊക്കെ നടന്നല്ലേ? ഇതൊന്നും സത്യം പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല സച്ചി. അറിയുമായിരുന്നെങ്കിൽ അവക്കിട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തേനെ എന്നിങ്ങനെ അച്ഛമ്മയും പറഞ്ഞു കേട്ടോ. അങ്ങനെ സച്ചി പറഞ്ഞു, അതെ ഇവളെ സങ്കടപ്പെടുത്തിയിട്ട് ആരും സന്തോഷിക്കണ്ട, സുധിയുടെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, മോനെ നീ പ്രശ്നം ഉണ്ടാക്കരുത്. ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചേച്ചി പറയില്ല, ആ കുറ്റം ഞങ്ങളുടെ തലയിലാവില്ലേ? ഇതൊന്നും വിഷയമാക്കണ്ട മോനെ, വിട്ടേരെ. ദേ അമ്മേ അവരെ വെറുതെ പേടിക്കൊന്നും വേണ്ട. അവനെ സിംഹമോ പുലിയും വല്ലതും ആണോ? ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ വെറുതെക്കാരായിട്ട് ഇവിടെ മാറി നിൽക്കാനല്ല കല്യാണം ഞാൻ വന്ന് വിളിച്ചതും. അത്രയ്ക്കായോ? രേവതി നിന്നോടെ പറഞ്ഞ് ഇങ്ങോട്ട് വരാന്. അങ്ങനെ രേവതിനെ വലിച്ചെടുത്തുകൊണ്ട് കല്യാണ മണ്ഡപത്തിലേക്ക് നമ്മുടെ സച്ചി എത്തുകയാണ് കേട്ടോ. ഏതായാലും സച്ചി എത്തിയതും ശ്രുതിയും അവിടെ ഇരിപ്പുണ്ടല്ലോ. ശ്രുതി വല്ലാത്ത രീതിയിൽ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ശ്രുതിക്ക് പേടിയാണ്, എപ്പോഴാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ സച്ചി കല്യാണ മണ്ഡപത്തിൽ രേവതിനെയും കൊണ്ട് വന്നു. രേവതിനെയും കൊണ്ട് വന്ന ഉടനെ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല സച്ചി നീ എവിടെയായിരുന്നു? ദേ ഞാൻ എവിടെയായിരുന്നു എന്നൊക്കെ പറയാം, കുറച്ച് നേരത്തെ ഈ ചടങ്ങ് നിർത്താനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് പേടിച്ചു പോയിട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ശ്രുതിയാണ് പേടിച്ചു നോക്കിയത്. അങ്ങനെ സച്ചി പറഞ്ഞു, അതെ നാദസ്വരവും മേളമൊക്കെ നിർത്താനാണ് പറഞ്ഞത്. നിർത്താൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ സച്ചി പറഞ്ഞത് പെട്ടെന്ന് കൊട്ടും നാദസ്വരവും മേളമൊക്കെ ഇങ്ങനെ അവസാനിപ്പിച്ചു. എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്, കുറച്ച് സമയം ഇവിടെ ഇൻ്റർവെല്ല് കൊടുക്കുക.
ഉടനെ ചന്ദ്ര വന്നിട്ട് ദേ ഇവിടെ നടക്കുന്നൊരു പവിത്രമായ ചടങ്ങാണെന്ന് നിനക്ക് അറിയില്ലേ, അതിനിടയിൽ വന്നിട്ട് നീ എന്താ കുട്ടിക്കളി കളിക്കുകയാണോ, നിനക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു. ആഹാ അത് കൊള്ളാലോ, മുഹൂർത്തം കഴിയാറായി, താലികെട്ടൽ പെട്ടെന്ന് ഇവിടെ നടക്കണം, നിന്റെ മേളവും കൂത്തുവേ ഇവിടെ പോരാ. ദേ തിരുമേനി ചടങ്ങ് തുടങ്ങ് തിരുമേനി, അല്ലാതെ ഇവൻ പറയുന്നത് കേട്ടിട്ടെ നമുക്ക് ചടങ്ങ് നടത്താതിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ ഞാൻ പറയുന്നത് കേട്ടിട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് മതി ഇവിടുത്തെ കല്യാണമൊക്കെ, അല്ലാതെ ഇവിടെ കല്യാണം നടത്താനേ ഞാൻ സമ്മതിക്കില്ല. അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്താടാ മോനെ ഇത്, ഇവിടെ കല്യാണം നടക്കാൻ പോലെ നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇവിടെ ആരുടെ കണ്ണിപ്പെടാതെ പലതും നടക്കുന്നുണ്ട് സൈലൻ്റ് ആയിട്ട്, അതിവിടെ ആർക്കും അറിയില്ലല്ലോ. അതിനൊരു പരിഹാരം കാണണം. ഇവർ ചിലവർ നല്ലതായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക, എന്നിട്ട് പിന്നിൽ നിന്ന് ദേ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി എൻ്റെ ഭാര്യേനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ സുധി പറഞ്ഞു. ഇത് കേട്ടപ്പം ഹോഹോ നിന്റെ മനോനില വല്ലതും തെറ്റിയോ, ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, സമനില തെറ്റിയോരെ പോലെ വന്ന് നീ സംസാരിക്കുന്നത് എന്തിനാ? എടാ നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്, നീ എന്നോട് മിണ്ടരുത് സുധി എന്ന് പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, എന്താടാ നീ സത്യം പറ, നീ എന്താണെന്ന് വെച്ചാൽ തുറന്ന് പറ. അതെ വേറെ ഒന്നുമല്ല, രേവതിയോട് ദേ ഈ നിൽക്കുന്ന സ്ത്രീ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമോ? ഇവള് രാവിലെ 4 മണിക്ക് എണീറ്റതാ ഈ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടി. ഓടി നടന്ന് ഓരോ ജോലികളല്ലേ ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കല്യാണം നടക്കാൻ വേണ്ടിയല്ലേ, കല്യാണം നടക്കാൻ വേണ്ടി മാത്രം ഇവള് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് ഇവളോട് എന്തൊക്കെയാ പറഞ്ഞത്? അതൊന്നും ഇവിടെ ആരും കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ, എന്താടാ നീ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ദാരിദ്ര്യം പിടിച്ചവള്, രാശി കെട്ടവള്, പിന്നെ ഇവള് ഇരിക്കുന്ന സ്ഥലം വിളങ്ങില്ല, മാലയെ തൊട്ടിട്ട് ഇവളുടെ രാശി അവക്ക് കൊടുക്കരുത്, എന്നിട്ട് കല്യാണ മണ്ഡപത്തിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. ഇതൊക്കെ എന്തിനാ അമ്മ രേവതിയോട് പറഞ്ഞതെന്ന് എനിക്കറിയണം. അവളെ എന്തിനിങ്ങനെ കുറ്റപ്പെടുത്തുന്നു, എന്തിനവൾ ഇങ്ങനെ എല്ലാം കേട്ട് സഹിച്ച് ശ്രമിച്ച് ഇവിടെ നിൽക്കണം, അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ എൻ്റെ ഭാര്യനെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ, എന്താ അമ്മ ഇവൻ പറയുന്നത്, ഇതാരാ പറഞ്ഞത്, ഇത് വേറെ ആരുമല്ല പറഞ്ഞത്, എടാ നിന്റെ ഭാര്യ പറഞ്ഞത് എന്നിങ്ങനെ നമ്മുടെ അച്ചമ്മയും പറഞ്ഞു. ഇത് കേട്ട ഉടനെ തന്നെ രവീന്ദ്രനും കലി വന്നില്ലേ. ചന്ദ്രയാണെങ്കിൽ തല കുനിച്ച് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ അച്ചമ്മ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഇവക്കല്ലാതെ ഇങ്ങനെ വേറെ ആർക്കും പെരുമാറാൻ പറ്റത്തില്ല, ഇവിടെ ഒരു ക്രൂരത്തി. അപ്പം ചന്ദ്ര പറഞ്ഞു, അതെ ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അതിനിപ്പോൾ എന്താ പ്രശ്നം, ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ഓ എന്തൊരു അഭിമാനത്തോടെയാണ് പറയുന്നത്. ഞാനാ ഇതൊക്കെ പറഞ്ഞതെന്ന്. ഇതൊക്കെ കേട്ട് നിൽക്കുമ്പോഴേ എനിക്ക് കാലിന്ന് തരിച്ചു കയറുന്നുണ്ട്. എന്തിനാ നിങ്ങൾ രേവതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്? പറ, അത് പറഞ്ഞിട്ടേ ഇവിടുത്തെ കല്യാണം നടന്നാൽ മതി. ഇവള് വിളക്ക് കത്തിച്ചാൽ എന്താ, ഇവള് മാല തൊട്ടാൽ എന്താ പ്രശ്നം? പിന്നെ ഞാനില്ലാത്തൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഉള്ള കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ഇവള് വീട്ടിൽ വലതുകാല് വെച്ച് കയറി അന്ന് മുതൽ പ്രശ്നങ്ങളുടെ ഘോഷയാത്രയാണ് വീട്ടിലേക്ക് വരുന്നത്. നടന്നതൊക്കെ എണ്ണി ഞാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ എന്താ ചന്ദ്ര ഈ പറയുന്നത്? രേവതിനെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ നിന്നോട് 1000 വട്ടം പറഞ്ഞതല്ലേ, എന്നിട്ട് നീ ഇതുവരെ ഇതൊന്നും നിർത്താറായില്ലേ? കല്യാണം നടക്കുന്ന ഇവിടെ വെച്ച് പോലും നിന്റെ തനി സ്വഭാവം നീ എടുക്കുവാണോ? വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ചന്ദ്രേ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയാം ഏടത്തി പാവമാണെന്ന്, എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ എന്തിനാ ഏടത്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഏടത്തിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഏടത്തിയുടെ നല്ല മനസ്സ് കണ്ടൂടെ? അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു, സ്വന്തം മരുമകളോട് പെരുമാറുന്നത് കണ്ടില്ലേ അവള്? ഇങ്ങനെയാണോടി ഒരു മരുമകളോട് പെരുമാറേണ്ടത്? വീട്ടിലെല്ലാ ജോലിയും ചെയ്യുന്നത് ഇവളാ അച്ചമ്മേ, 3 നേരം കഴിക്കുന്നത് ഇവളുണ്ടാക്കുന്ന ഭക്ഷണം. അപ്പം ഇവള് രാശി കെട്ടവളൊന്നും ആയില്ല. മൂക്ക് മുട്ട തിന്നുന്നതിന് ഒരു കുഴപ്പമില്ല. അതേടാ സച്ചി, ഇവള് രാശി കെട്ടവളാ, രാശി കെട്ടവളായതുകൊണ്ട് തന്നെയാണ് നിന്റെ കാർ ഈ അവസ്ഥയിലായത്, നിന്റെ ഗതി ഈ അവസ്ഥയിലായത്. അതെ എൻ്റെ കാർ ഈ അവസ്ഥയിലായത് ഇവള് കാരണമൊന്നുമല്ല, അത് വേറൊരുത്തൻ കാരണമാണ്. ഞാനൊരു കാര്യം പറയാം, ഇവള് ചെന്ന് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജയിലിൽ പോയി കിടന്നേനെ. അതൊന്നും നിങ്ങൾക്കറിയില്ല. ഇവള് കാരണം തന്നെ ഞാൻ പുറത്തിറങ്ങിയത്. ഇവള് കാരണം എനിക്ക് നല്ലത് മാത്രമേ നടന്നിട്ടുള്ളൂ, ഇതുവരെ മോശമൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യമായിട്ടും നമ്മുടെ രേവതിക്ക് വലിയ സന്തോഷമായിട്ടോ. കാരണം ഇതൊക്കെ അതായത് വേറെ കല്യാണം മുടക്കുന്നത് കൊണ്ടല്ല,
ഇതൊക്കെ നമ്മുടെ സച്ചിയുടെ മനസ്സിലുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് രേവതി സത്യം പറഞ്ഞാൽ കരയുന്നുണ്ടെങ്കിലും അതിനിടയിൽ മനസ്സിനൊരു ചെറിയ എന്തോ സമാധാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതേസമയം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എടി നീ എന്താടി കരുതിയിരിക്കുന്നത്? ശ്രുതി നിന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക? ദേ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴേ അവൾക്ക് വീട്ടിൽ വരാൻ പേടിയാവില്ലേ? നീ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുകയും പറയുകയെങ്കിലും ചെയ്താൽ? അതെ, ശ്രുതിക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ശ്രുതി എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ശ്രുതി എന്നെ പേടിക്കാനും പോകുന്നില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ലക്ഷ്മി, നീയാണോ നിൻ്റെ മകളെ ഇങ്ങനെ പറഞ്ഞു വിട്ടത്? ദേ ഈ സച്ചോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കല്യാണം മുടക്കാൻ? ഏയ് ദേ ഞാനൊരു കാര്യം പറയാം, എന്നെ അവരെ ഇളക്കിയൊന്നും വിട്ടിട്ടില്ല. ഞാൻ സ്വയമായിട്ടാ ഇവിടെ വന്ന് നിന്ന് തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. കരഞ്ഞ് മൂക്കും പിഴിഞ്ഞു വന്ന് ഭാര്യ ഓരോ കാര്യം വന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതും ഇവിടെ വന്ന് കലി തുള്ളുക നാണകെട്ടവന്, പെൺകോന്നൻ. ദേ എനിക്ക് ദേഷ്യം വരും. രേവതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാലേ എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യം വരും. ഇവളെ ആര് വേദനിപ്പിച്ചാലും വേറെ ആരും ചോദിക്കില്ലായിരിക്കും, പക്ഷേ ഈ സച്ചി ചോദിക്കും. ഇവളുടെ കുടുംബമേ എൻ്റെയും കുടുംബമാ. ദേ എന്ത് തോന്നിവാസം കാണിക്കാന്നൊന്നുവേ വെറുതെ എൻ്റെ അമ്മ വിചാരിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ധൈര്യത്തോടു കൂടിയാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. എങ്കിൽ പിന്നെ നിർത്തിക്കോ. ഇനി മുതൽ ചോദിക്കാനേ സച്ചിയുണ്ട്. എൻ്റെ കുടുംബം ഇവരെ തൊട്ട് കഴിഞ്ഞാലേ എനിക്കും പൊള്ളുന്നത് ഇപ്പോൾ കണ്ടില്ലേ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ശ്രുതിക്ക് വല്ലാണ്ടങ്ങായിപ്പോയിട്ടോ. അപ്പോൾ ശ്രുതി പറഞ്ഞു, ശ്രുതി ഒരു കാര്യം ചെയ്യേ, പെട്ടെന്ന് താലികെട്ടൽ ചടങ്ങ് നടത്താൻ പറ, ഇപ്പം മുഹൂർത്തം പോകൂലേ? അങ്ങനെ ശ്രുതി പറഞ്ഞു, അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നതിന് മറുപടി പറയുന്നത്? മുഹൂർത്തം തെറ്റിക്കണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് വിവാഹം നടക്കട്ടെ. അവന് വിവാഹം കഴിക്കാൻ തിടുക്കായില്ലോ. നീ കേട്ടതാണല്ലോ എൻ്റെ ഭാര്യനെ കുറിച്ച് പറയുന്നത്. നീ പല ഡിഗ്രിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഏതായാലും നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കത്തില്ലായിരുന്നു നിൻ്റെ അമ്മയോട്? അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. പിന്നെന്തിനാ ഞാനിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മേ, ഇനിയും ഞങ്ങൾ കാത്തിരിക്കണോ? മുഹൂർത്തം ആകാറായില്ലേ? ഞങ്ങൾക്ക് കല്യാണം നടന്നേ പറ്റൂ. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, തിരുമേനി ഇതെന്താ തിരുമേനി, ഉടൻ താലി കെട്ടണ്ടേ? അതുകൊണ്ട് താലി കെട്ട് ചടങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞപ്പം തിരുമേനിയും പറഞ്ഞു, രേവതിയുടെ ഭർത്താവിന് പറയാനുള്ളത് പറഞ്ഞിട്ട് ഇവിടെ വിവാഹം കഴിക്കുന്നുള്ളൂ. അതുവരെ ഏതായാലും ഇവിടെ വിവാഹ ചടങ്ങ് നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പാമ പറഞ്ഞു, എന്താ തിരുമേനി പറയുന്നത്? ഒരു തിരുമേനി പറയേണ്ട വാക്കാണോ ഇതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അയ്യോ ഇവിടെയുള്ള എല്ലാവരും രേവതിയുടെ സച്ചിയുടെ ആളുകളല്ലേ, പിന്നെ എങ്ങനെയാ ഈ തിരുമേനിയും പറയാതിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, രണ്ട് ഫ്രോഡുകളുടെ കല്യാണം മുടക്കിയിട്ട് ഇവിടെ വേറെ ആർക്കും ഒരു സമാധാനവും കിട്ടാനൊന്നുമില്ല. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടേ ഓർക്കും, ഇവൻ നല്ല ഒന്നാന്തര പഞ്ചപാവമാണെന്ന്. അതുകൊണ്ടേ മര്യാദയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കേട്ടോണം. രേവതിയോട് ക്ഷമ പറയാതെ ഇവിടെ കല്യാണം നടക്കില്ല. ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഈ കല്യാണം നടക്കുകയുള്ളൂ. പറ, രേവതിയുടെ കാലെ വീണു മാപ്പ് ചോദിക്കാനൊന്നും പറയുന്നില്ല, ക്ഷമ പറയണം. ഇവര് എന്തിനാ ഇങ്ങനെയൊക്കെ എൻ്റെ ഭാര്യയോട് പെരുമാറിയത്? അതിനുള്ളത് എനിക്ക് കിട്ടിയേ പറ്റൂ. ഇവിടെ വെച്ച് തന്നെ ഈ നാട്ടുകാരുടെ മുമ്പിലും ഈ ബന്ധുക്കാരുടെ മുമ്പിലും വെച്ച് തന്നെ എൻ്റെ ഭാര്യയോട് ക്ഷമ പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, എന്താണ് നീ പറയുന്നത്? ഈ കല്യാണം മുടക്കാനാണോ നീ പോകുന്നത്? ഇല്ല, അതൊരിക്കലും നടക്കില്ല. ഈ കല്യാണം മുടങ്ങില്ല. ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടും മുഹൂർത്തത്തിൽ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടോണ്ടേ നമ്മുടെ സച്ചിക്ക് കാലി വന്നു കേട്ടോ. സച്ചി അങ്ങ് ഓടി ചെന്നിട്ട് താലിമാല അങ്ങ് എടുത്ത് കൈ പിടിച്ചിട്ട്, ഇതുണ്ടെങ്കിലല്ലേ കല്യാണം നടക്കത്തുള്ളൂ, ഇതില്ലെങ്കിൽ ഇവിടെ കല്യാണം നടക്കില്ലല്ലോ. കല്യാണം നടക്കുന്ന എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് താലിമാലയും പിടിച്ചോണ്ട് നമ്മുടെ സച്ചി അങ്ങ് നിൽക്കുകയാണ്. ഈ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും എന്ത് നടക്കും, കല്യാണം നടക്കുമോ ഇല്ലോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വിശേഷമായിട്ട് നമുക്ക് കാണാം കേട്ടോ. കൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പുതിയ ചാനൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പോസ്റ്റാണ്. പോസ്റ്റിന് മുകളിലായിട്ട് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.